വലതുഭാഗത്ത് ഇടതുവശത്ത് കയ്യില്, തോള്, കാലിൽ ഇങ്ങനെ വിരക്കം പോലെ വേദന അനുഭവപ്പെടുന്ന അവസ്ഥ. അതൊരു സ്ഥലത്ത് മാത്രമല്ല, ഇങ്ങനെ നെഞ്ചിലും പുറത്തിനും തോളിനകത്തും പുറത്തും ഒക്കെ ഈ വേദന അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർ കരങ്ങൾ വരുത്തുക. യേശുവേ ചുടുവാദത്തിന്റെ രോഗം കർത്താവ് എടുത്ത് മാറ്റി സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നു. പുറത്തോട്ട് ഇറങ്ങാനായിട്ട് മടിയായിട്ടുള്ള വ്യക്തികളും ഈ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നു. അതായത് കാലിന്റെ സൗന്ദര്യം കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള മടി, ചുടുവാദം കൊണ്ട് കാല് വെടിച്ചു കീഴിയിരിക്കുകയാണ് കാലിന്റെ സൈഡൊക്കെ. അപ്പൊ അതിങ്ങനെ കർത്താവ് വിടുതൽ തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള അസ്വസ്ഥതയുള്ളവരുടെ കരങ്ങൾ കരുതുക. ചുടുവാദത്തിന്റെ രോഗം കർത്താവ് വിടുതൽ തരുന്നു. യേശുവേ മൂത്രത്തിൽ പഴുപ്പും മൂത്ര ചുടിച്ചിലുമുള്ള 3 പേരെ കർത്താവ് ഇപ്പോഴും അതിൽ നിന്ന് മോചനം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. മൂത്രത്തിൽ പഴുപ്പുണ്ടാകുക, മൂത്ര ചുടിച്ചിൽ ഉണ്ടാകുക, ഇങ്ങനെയുള്ളവരെ കർത്താവ് അതിൽ നിന്ന് മോചനം തന്ന് അനുഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ കരങ്ങൾ കരുതുക. 3 പേര് ഇങ്ങനെയുള്ളവരുണ്ടെന്ന് കർത്താവ് പറയുന്നു. മൂത്രത്തിൽ പഴുപ്പും മൂത്ര ചുടിച്ചിലും. അസ്ഥിയുരുക്കത്തിന്റെ രോഗം ഉണ്ടാകുന്ന 3 പേരെ കർത്താവ് വിടുതൽ ചെയ്ത് അനുഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അനേകർക്ക് കർത്താവ് ആ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തവരെ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നുണ്ട്. അസ്ഥിയുരുക്കം എന്ന് പറയുമ്പോൾ അതിന് ഉഷ്ണം എന്ന പേരും പറയുമെന്ന് പറയുന്നു. ഉഷ്ണം. അപ്പൊ ഇങ്ങനെയുള്ള രോഗമുള്ള മക്കളെ കർത്താവ് വിടുതൽ എന്ന് അനുഗ്രഹിക്കുക. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ കരങ്ങൾ കരുതുക. യേശുവേ പ്രഷർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് കർത്താവ് വിടുതലെന്ന് 7 പേരെ മോചിപ്പിക്കുന്നുണ്ട് കർത്താവ്. പ്രഷർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് വിടുതലെന്ന് 7 പേരെ കർത്താവ് ഇപ്പോഴെ മോചിപ്പിക്കുന്നു. പ്രഷർ സംബന്ധമായിട്ടുള്ള രോഗം ഉണ്ടാകുന്നവര് 7 പേരെ കർത്താവ് മോചിപ്പിക്കുന്നു. 7 പേരെന്നല്ല, ഒരുപാട് പേര് കർത്താവ് വിടുതലെന്ന് ശ്വാസമുട്ടലിന്റെ അസ്വസ്ഥത ഉണ്ടാകുന്ന മക്കൾക്ക് കർത്താവ് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസമുട്ടലിന്റെ അസ്വസ്ഥത അനുഭവപ്പെടുന്നവർക്ക്, ശ്വാസമുട്ടലിന്റെ അനുഭവമുള്ളവരുടെ കരങ്ങൾ വരുന്നത്. യേശുവേ രണ്ട് തോളിനും ശക്തമായിട്ടുള്ള വേദന ഉണ്ടായിട്ട് കയ്യിലോട്ട് താഴോട്ട് വേദന ഇറങ്ങുമ്പോൾ ഇനി അറ്റാക്ക് എങ്ങാനോ ആണോ, അറ്റാക്ക് വരാൻ പോവാണോ എന്നൊക്കെയുള്ള ഭയത്തിലുള്ള ചിന്ത, ഇങ്ങനെയുള്ള ചിന്തയുള്ളവരെ കർത്താവിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. 2 തോളിനും വേദന ഉണ്ടായിട്ട് അത് താഴോട്ട് 2 കൈക്കും ഉണ്ടാകുമ്പോൾ അറ്റാക്ക് ആണോ എന്നുള്ള തോന്നൽ. യേശുവേ നന്ദിയാലേ. ഇന്ന് സംശയത്തോടുകൂടി വന്ന 2 പേര് ഇവിടെ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എന്തായാലും ഒന്ന് പോയി നോക്കിക്കളയാൻ. വിശ്വാസം ഉണ്ടായിട്ട് വന്നതല്ല, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ എന്നുള്ള ചിന്തയില് 2 പേര് ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഈ വ്യക്തികൾ വരുമ്പോഴ് മറ്റുള്ളവരുടെ കൂടെയാണ് വരുന്നത്. അന്നേരം ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്, വല്ലൊരു കൂടുപാത്രം എങ്ങാനോ ആണോ, ഉദരപ്രയോഗം വല്ലതും ആണോ, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കിക്കളയാൻ, നോക്കിക്കളയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നിട്ടുള്ളവർ കരങ്ങൾ വരുന്നത് 2 പേര് ഇങ്ങനെ വന്നിട്ടുള്ള വ്യക്തികളുണ്ട്. ഇവിടെ നോക്കിക്കളയാനായിട്ട് വന്നവർ. നിങ്ങൾ മറ്റുള്ളവരെ നോക്കണ്ട, നിങ്ങൾ തന്നെ കരങ്ങൾ ഉയർത്തിയാൽ മതി. കാരണം സംശയത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരാനായിട്ട് ഒരിക്കലും പാടില്ല. സംശയിച്ചിട്ട് നമുക്ക് ഒരിക്കലും പാടില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വന്ന വ്യക്തികള്
ആരായിരുന്നാലും കരങ്ങളെടുത്ത് 2 പേര് ഇതിനകത്തുണ്ട്. ഇങ്ങനെ 2 പേര് കൂട്ടിക്കൊണ്ട് വന്ന വ്യക്തികളാണ്, കൂടെ വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഈ 2 പേര് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇപ്പൊ വന്നപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, അനുഭവം